ഇന്ന് നമ്മൾ പറയുന്ന വിഷയം വളരെ ഗൗരവത്തോടെ നിങ്ങൾ പഠിക്കേണ്ടതാണ്. യൂസുഫ് അലിയേക്കാൾ പണക്കാരനാകണോ നിങ്ങൾക്ക്? എന്ത് യൂസുഫ് അലി? അംബാനിയേക്കാൾ എന്തംബാനി? ബിൽ ഗേറ്റ്സിനേക്കാൾ പണക്കാരനാകണോ നിങ്ങൾക്ക്? സിമ്പിൾ വഴിയുണ്ട്, ഒറ്റ ദിവസം കൊണ്ടാകാൻ പറ്റും. ഉസ്താദ് എന്ത് വിരാന്തായി പറയണത്? ഇത് തള്ളല്ലേ? തള്ളല്ല, കാര്യമാണ്, സത്യമാണ്. ഒറ്റ ദിവസം കൊണ്ട് അംബാനിയേക്കാൾ, യൂസുഫ് അലിയേക്കാൾ, ബിൽ ഗേറ്റ്സിനേക്കാൾ സമ്പന്നനാകാൻ പറ്റും നിങ്ങൾക്ക്. ഒരു ചെറിയ ദിക്ർ മനസ്സറിഞ്ഞങ്ങ് ചൊല്ലിയാൽ മതി, നിങ്ങളാകും ഇവരെക്കാളൊക്കെ മേലെ സമ്പന്നൻ. ആ ദിക്ർ ഏതാന്ന് പഠിച്ചാലോ? റെഡിയാണോ നിങ്ങൾ? റെഡിയാണോ? അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. അപ്പോൾ യൂസുഫ് അലി നമ്മുടെ വിഷയം ഇന്നത്തെ. യൂസുഫ് അലി അല്ല, വിഷയം വേറെയാണ്. ആ വിഷയത്തിലേക്കുള്ള ഒരു ചൂണ്ടുപലകയാണ് ആര്? യൂസുഫ് അലി. എന്താ നിങ്ങളുടെ അഭിപ്രായം യൂസുഫ് അലീനെ കുറിച്ച്, അല്ലെങ്കിൽ അംബാനിയെക്കുറിച്ച്, അല്ലെങ്കിൽ അദാനിയെക്കുറിച്ച്, അല്ലെങ്കിൽ ബിൽ ഗേറ്റ്സിനെ കുറിച്ച്? ഇവരെക്കുറിച്ചൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എന്താ അഭിപ്രായം സാറേ? ഇവരൊക്കെ ഭയങ്കര സമ്പന്നരാണ് അല്ലേ? എന്നാൽ പടച്ചോൻ ഖുർആനിൽ പറയണത് ഇവരൊക്കെ പാപ്പരാണ്, ഫക്കീറന്മാരാണ്, ദരിദ്രന്മാരാണെന്നാണ്. അള്ളാഹ് അങ്ങനെയൊക്കെ പറയുമോ? എന്തുകൊണ്ടോ ഉസ്താദ് ഈ പറയണത്? അള്ളാഹു പറയുന്നത് യൂസുഫ് അലി ദരിദ്രനാണ്, പിന്നെ അംബാനി ദരിദ്രനാണ്, ടെസ്ലയുടെ ഓണർ ദരിദ്രനാണ്, അങ്ങനെ തുടങ്ങി ഏതൊക്കെ സമ്പന്നർ നിങ്ങൾക്കറിയോ? ഇവരൊക്കെ ദരിദ്രന്മാരാണെന്ന് അള്ളാഹ് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. എന്താ അള്ളാഹ് പറഞ്ഞത്? വല്ലാഹുൽ ഗനിയു വ അൻതുമുൽ ഫുഖറാ. അള്ളാഹുവാണ് സമ്പന്നൻ, അള്ളാഹുവാണ് ഐശ്വര്യവാൻ. വ അൻതുമുൽ ഫുഖറാ, നിങ്ങളെല്ലാവരും ഫക്കീറന്മാരാണ്. മിസ്കീനാണ്, അർദ്ധദരിദ്രനാണെന്നൊന്നുമല്ല. ഫക്കീർ പരമദരിദ്രനാണ്, ഒന്നുമില്ല. 5 പൈസ നിങ്ങൾ കയ്യിലില്ലാത്ത പാപ്പരാണ് നിങ്ങൾ, പാപ്പരാണ് നിങ്ങൾ. നിങ്ങളിൽ ആരൊക്കെ പെട്ടു? ഞാനും നിങ്ങളും പെട്ടു എന്ന് മാത്രമല്ല, യൂസുഫ് അലിയും പെട്ടു, അംബാനിയും പെട്ടു, അദാനിയും പെട്ടു. ആരൊക്കെ ഉണ്ടോ അവരൊക്കെ പെട്ടു. ഇവരൊക്കെ പണക്കാരല്ല, പാപ്പരാണ്, ഫക്കീറന്മാരാണ്, ഒന്നും കയ്യിലില്ലാത്തവരാണ്. അപ്പോൾ ഉസ്താദ് അവരുടെ കയ്യിലുള്ള കോടികൾ, ആ കോടികൾ അവരുടേതല്ല, ആ കോടികൾ അവരുടേതല്ല. ആരുടേതാണ്? അതിൻ്റെ ഉടമ ആരാണ്? അത് വല്ലാഹുൽ ഗനി, അല്ലാഹ് മാത്രമാണ്. ആര് മാത്രമാണ്? അല്ലാഹ് മാത്രമാണ്. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ? ഇവരൊക്കെ ദരിദ്രരാണ്, ഇതിൻ്റെ എല്ലാം ഉടമ ആര് മാത്രമാണ്? അല്ലാഹു മാത്രമാണ്. ആ ബോധ്യത്തിൽ ഒന്ന് പറഞ്ഞേ, ആ ഉടമയുടെ, ആ മുതലാളിയുടെ അടിമയാകാൻ നമുക്ക് പറ്റിയാൽ നമ്മൾ ആരായി? സമ്പന്നൻ്റെ അടിമയായി. യൂസുഫ് അലി പോലും ദരിദ്രനാണ് അല്ലേ? ഈ സമ്പത്തിൻ്റെ ഉടമ ആരാണ്? അള്ളാഹുവാണ്. ആ അള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിമയാകാൻ നമുക്ക് കഴിഞ്ഞാൽ ആ ബോധ്യത്തിൽ പറയണം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അങ്ങനെ മനസ്സിരുത്തി പറയുന്നവൻ എന്താണ്? സർവസ്തുതിയും ലില്ലാഹി, ആർക്കാണ്? അള്ളാഹ്ക്കാണ്, റബ്ബിൽ ആലമീൻ. നമ്മുടെ ഞായറാഴ്ച ക്ലാസ്സുകളുടെ തുടക്കമാണ്. റബ്ബിൽ ആലമീൻ്റെ മഹാത്മ്യമൊക്കെ നമ്മൾ ഒരുപാട് വിശദീകരിച്ചതാണ്. അതിൻ്റെ ബാക്കി പത്രമാണിത്, ബാക്കി ഭാഗമാണ് നമ്മൾ പറയണത്. ആ റബ്ബ് എൻ്റെ കൂടെ ഉണ്ട് എന്ന് ഉറപ്പുള്ളൊരു മനുഷ്യൻ പിന്നെ ഒരു മുതലാളിയുടെയും പിന്നാലെ നടക്കൂല, ഒരു കിബറൻ ഹാജിയാരുടെയും പിന്നാലെ നടക്കൂല. പ്രധാനമന്ത്രിയുടെ ഒപ്പമുള്ള ആൾക്ക് പിന്നെ പഞ്ചായത്ത് മെമ്പറുടെ ആവശ്യമുണ്ടോ? അള്ളാഹുവിനെ മറ്റൊരാളിലേക്ക് തുലനം ചെയ്യാൻ പറ്റൂല. ഞാനൊരു ഉദാഹരണം നമുക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാണ്. പ്രധാനമന്ത്രിയുടെ അടുത്ത ആളാണ് ഒരാൾ, അയാൾക്ക് ഇനി പഞ്ചായത്ത് മെമ്പറുടെ ആവശ്യമുണ്ടോ? എടോ, അള്ളാഹ് ഏറ്റവും വലിയ ഐശ്വര്യവാൻ, ഐശ്വര്യത്തെ പടച്ചവൻ, ആ റബ്ബുൽ ആലമീനായ തമ്പുരാൻ്റെ കൂടെ, അല്ലെങ്കിൽ എൻ്റെ കൂടെ ആ റബ്ബുൽ ആലമീൻ ഉണ്ടെങ്കിൽ ഞാൻ എന്തിനാണ് ഈ ഹാജിയാക്കന്മാരുടെ പുറകെ ഇങ്ങനെ പണത്തിൻ്റെ പിന്നാലെ നടക്കണത്? പണമുള്ളതിൻ്റെ കാരണം കൊണ്ട് മാത്രം പലരുടെയും വാലായി ഞാൻ നടക്കണം എന്തിനാ? എനിക്ക് അൽഹംദുലില്ലാ കിട്ടിയിട്ടില്ല. അപ്പോൾ ഉസ്താദേ, ഈ അധികാരികളെയും സമ്പന്നരെയും ഒന്നും ബഹുമാനിക്കണ്ടേ? ബഹുമാനിക്കണം. ഏത് കാരണം കൊണ്ടല്ല? പണമുള്ളത് കൊണ്ടല്ല. പണമുള്ളത് കൊണ്ട് മാത്രം ഒരു പണക്കാരനെയും നീ ബഹുമാനിക്കാൻ പോകണ്ട. പിന്നെ എങ്ങനെ ബഹുമാനിക്കാം? നല്ലൊരു ആബിദാണ്, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന നല്ലൊരു മനുഷ്യൻ ബഹുമാനിക്കാം. അവന് പണമുണ്ട് ബഹുമാനിക്കാം, അവന് അധികാരമുണ്ട് ബഹുമാനിക്കാം. അല്ല, ഒരു തങ്ങളാണ്, മുത്തുനബി തങ്ങളുടെ കുടുംബമാണ്, ബഹുമാനിക്കാം. നല്ലൊരു ആലിമാണ്, അള്ളാഹിനെ അറിഞ്ഞ നല്ലൊരു ആലിമാണ്,
ബഹുമാനിക്കാം. മനസ്സിലായോ? അതുപോലെ തന്നെ അല്ലെങ്കിൽ എൻ്റെ കുടുംബക്കാരൻ എൻ്റെ മൂത്താപ്പായാണ്, കൊച്ചാപ്പായാണ്, ബഹുമാനിക്കണം. അയൽക്കാരനാണ്, ബഹുമാനിക്കണം. പക്ഷെ ഇതൊന്നുമല്ല, പണമുള്ളത് കൊണ്ട് മാത്രം, പൈസ ഉണ്ട്, അല്ലോ അജരക്കണ്ടി എണീറ്റില്ലെങ്കിൽ മോശമാണ്, ഇന്നൊന്നും കിട്ടാനുള്ളതൊക്കെ തടഞ്ഞു പോവോ, ഈ ചിന്ത ഈ ഈമാൻ പോലും നഷ്ടപ്പെടുത്തി കളയും. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ലഅനല്ലാഹു മൻ അക്റമൽ ഗനിയ ലിഗിനാ വഅഹാനൽ ഫഖീറ ലിഫഖരി. ഇതൊരു ഗൗരവമുള്ള വർത്താനാണത്. അല്ലാഹ് ശപിച്ചിരിക്കുന്നു ആരെ? പണമുള്ളത് കൊണ്ട് മാത്രം ഒരു പണക്കാരനെ ബഹുമാനിക്കുന്നവനെ. അവനൊരു പണക്കാരനെ ഭയങ്കര ബഹുമാനാ. അതിൻ്റെ കാരണം എന്താ? അവന് പണമുണ്ട്. അങ്ങനെയുള്ളവൻ അല്ലാഹ് ശപിച്ചിരിക്കണു. മാത്രമല്ല വഹാനൽ ഫഖീറ ലിഫഖരി, ഒരു പാവപ്പെട്ടവനവന് കണ്ടുകൂടാ. കാരണം അയ്യേ പാവപ്പെട്ടവനാ, അവനെയൊന്നും മൈൻഡ് ചെയ്യണ്ട. പണമില്ലാത്തതിൻ്റെ പേരിൽ ഏതെങ്കിലും പാവപ്പെട്ടവനെ അവഗണിച്ചാൽ, പണമുള്ളതിൻ്റെ പേരിൽ മാത്രം ഏതെങ്കിലും ഒരു പണക്കാരനെ ബഹുമാനിച്ചാൽ അള്ളാഹുവിൻ്റെ ശാപം നിനക്കുണ്ട്, അള്ളാഹ് നിന്നെ ശപിച്ചിരിക്കുന്നു. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹാജിയാരാണ് അല്ലേ, ഒന്ന് ബഹുമാനിച്ചേക്കാം. ഏതെങ്കിലും പാവപ്പെട്ടവനെ കണ്ട അവനൊക്കെ ഇപ്പം എന്ത് കാണിക്കാൻ, ഒന്ന് സലാം പോലും പറയൂല. ചിലരും സലാം പറഞ്ഞാൽ മടക്കൂല. ഏതെങ്കിലും പാവപ്പെട്ടവന്മാരില്ലേ, ചിലപ്പോൾ ലക്ഷം വീട്ടിലായിരിക്കും, അല്ലെങ്കിൽ മറ്റേ 4 സെൻറ്റ് കോളനിയിലായിരിക്കും, അല്ലെങ്കിൽ കോളനിയിൽ താമസിക്കുന്നവരായിരിക്കും. ഒരു പുച്ഛം തോന്നുക പാവപ്പെട്ടവനായതുകൊണ്ട്. ആ പുച്ഛം അള്ളാഹുവിൻ്റെ ശാപത്തിന് കാരണമാക്കും. മാത്രമല്ല വമൻ ഫഅല ദാലിക, ആരെങ്കിലും അങ്ങനെ ചെയ്താൽ ഫഖദ് സുമ്മിയ ഫിസ് സമാവാത്ത്, ആകാശ ലോകത്ത് അവനൊരു പേര് വിളിക്കപ്പെടും. ഈ പാവപ്പെട്ടവനെ പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ അനാദരിച്ച, സമ്പന്നനെ പൈസ ഉള്ളതിൻ്റെ പേരിൽ മാത്രം ഒന്ന് പൊക്കി അവന് ആകാശത്തൊരു പേര് വിളിക്കപ്പെടും. എന്താണ്? അദുവുല്ലാ, അള്ളാഹുവിൻ്റെ ശത്രുവേ എന്നവനെ വിളിക്കും. വഅദുവുൽ അംബിയാ, അംബിയാക്കരുടെ, മുത്തുനബി തങ്ങളുടെ അടക്കമുള്ള മുഴുവൻ അംബിയാക്കരുടെയും ശത്രുവേ എന്നവനെ വിളിക്കപ്പെടും. മാത്രമല്ല ലാ യുസ്തജാബു ലഹു ദഅവ, അവൻ്റെ ഒരു ദുആഉം അല്ലാഹ് സ്വീകരിക്കില്ല. അവൻ്റെ ദുആഇന് അല്ലാഹ് ഉത്തരം കൊടുക്കൂല. വലാ യുഖ്ളാ ലഹു ഹാജ, അവൻ്റെ ഒരു ആഗ്രഹവും അവൻ ആഗ്രഹിക്കുന്നത് പോലെ അല്ലാഹ് നടത്തി കൊടുക്കൂല. മനസ്സിലായോ? അപ്പോൾ ഒരിക്കലും പണമുള്ളതിൻ്റെ പേരിൽ മാത്രം ഒരാളെ ബഹുമാനിക്കാൻ പാടില്ല. പണമില്ലാത്തതിൻ്റെ പേരിൽ മാത്രം ഒരാളെയും അനാദരിക്കാൻ പാടില്ല. പണക്കാരനെ ആദരിക്കാം, അവനിൽ ഇൽമുണ്ട്, അല്ലെങ്കിൽ നല്ല മനുഷ്യനാണ്, സ്വാലിഹാണ്, തങ്ങളാണ്, ആലിമാണ്, കുടുംബക്കാരനാണ്, മൂത്താപ്പായാണ്, അല്ലെങ്കിൽ അയൽക്കാരനാണ്, ഈ നിലക്കൊക്കെ ആദരിക്കാം. പണമുള്ളത് കൊണ്ട് മാത്രമുള്ളൊരു ആദരവ് അത് അള്ളാഹിൻ്റെ ശാപത്തിന് കാരണമാണ്. അവൻ അൽഹംദുലില്ലാ മനസ്സിലാക്കാത്തവനാണ്. കാരണം എല്ലാ സമ്പത്തിൻ്റെയും ഉടമ അള്ളയാണ്. ആ അള്ളാഹിൻ്റെ അടിമയാണ് ഞാനെന്ന് തിരിച്ചറിയാത്തവനാണ് ഇങ്ങനെയുള്ള വാലുകളായി മാറുന്നത്. മനസ്സിലായോ? ഇതിൽ പണ്ഡിതന്മാരുണ്ട്, മൊലിയക്കന്മാരുണ്ട്, പറയാതെ വയ്യല്ലോ. ഏതെങ്കിലുമൊക്കെ പണക്കാരൻ വിളിച്ചാൽ ഓടിച്ചെല്ലും പരിപാടിക്ക്, പാവപ്പെട്ടവൻ വിളിച്ചാൽ തിരക്കിലാണ്, ഞാനുണ്ടാവില്ല, ഒഴിഞ്ഞു മാറും. ഹബീബായ തങ്ങൾ പറയുന്നില്ലേ, അൽ ഉലമാഉ ഉമനാഉർ റുസുൽ. അൽ ഉലമാ, യഥാർത്ഥ പണ്ഡിതന്മാരാരാന്നറിയോ? അംബിയാക്കളുടെ വിശ്വസ്തരാണവർ. മാലം യുഹാലിത്തി സ്വലാത്തീൻ, അവരിങ്ങനെ പണച്ചാക്കുകളുടെ പിന്നാലെ നടക്കാത്ത കാലത്തോളം. പണച്ചാക്കുകളുടെ പിന്നാലെ നടക്കുന്ന പണ്ഡിതനാണ് നിങ്ങളെങ്കിൽ ഫഇദാ ഫഅലൂ ദാലിക, അങ്ങനെ ചെയ്താൽ ഫഖദ് ഖാന റുസുല, അവന്മാർ പണ്ഡിതന്മാരെ അമ്പിയാക്കളെ ചതിച്ചവന്മാരാണ്. ആ പണ്ഡിതന്മാർ ആരാണ്? അമ്പിയാക്കളെ ചതിച്ചവരാണ്. പണം ഉള്ളതുകൊണ്ട് മാത്രം ബഹുമാനം കൊടുത്ത് ഇങ്ങനെ പിന്നാലെ നടക്കുക, സ്വന്തം കാര്യലാഭത്തിന് വേണ്ടി. അവൻ അമ്പിയാക്കളെ ചതിച്ചവനാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഹദീസുണ്ട്, ഖൈറുൽ ഉമറാഇ അല്ലദീന യഅ്തൂനൽ ഉലമാ, ഏറ്റവും ഉത്തമരായ ഉമറാക്കളാരാണ്? ഇപ്പോൾ രാഷ്ട്രീയക്കാരാകട്ടെ, പ്രമുഖരായ രാഷ്ട്രീയക്കാരുണ്ട്, അല്ലെങ്കിൽ പള്ളി കമ്മിറ്റിക്കാർ തന്നെ ആയിക്കോട്ടെ, ഇവരിൽ ഉത്തമർ നല്ല മനുഷ്യന്മാരാരാണ്? പണ്ഡിതന്മാരെ തേടിപ്പോകുന്നവരാണ്. പണ്ഡിതൻ ഇങ്ങോട്ട് വരുത്തിക്കുന്നവരല്ല, പണ്ഡിതനെ തേടിപ്പോണം. നിങ്ങൾ രാഷ്ട്രീയക്കാരനാണെങ്കിൽ സമസ്തയിലെ ഉലമാക്കളുടെ അടുത്ത് അങ്ങോട്ട് ചെല്ലണം, അവരിങ്ങോട്ട് വരട്ടെന്ന് പറഞ്ഞ് കാത്തിക്കരുത്. നല്ല ഉലമാക്കൾ അങ്ങനെയാണ്. ഇനിയോ വശറുൽ, നല്ല ഉമറാക്കൾ അങ്ങനെയാണ്. വശറുൽ ഉലമായി, ഈ പണ്ഡിതന്മാരിൽ നശിച്ചവന്മാരാരാണ്? അല്ലദീന യഅ്തൂനൽ ഉമറാ, സ്വന്തം കാര്യലാഭത്തിന് വേണ്ടി സമ്പന്നൻ്റെ അധികാരികളുടെ വീട്ടുപടിക്കൽ അങ്ങോട്ട് കയറി ചെല്ലുന്നവനാണ് ഏറ്റവും നശിച്ച പണ്ഡിതനെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. 2 കാര്യങ്ങൾ ഏതൊക്കെയാണ്? അതായത് രാഷ്ട്രീയക്കാരിൽ, പള്ളി കമ്മിറ്റിക്കാരിൽ, ജനങ്ങളിൽ വലിയ സ്ഥാനമുള്ള ഉമറാക്കളിൽ നല്ലവരാരാണ്? അവരിൽ നല്ലവരെ കുറിച്ചാണ് പറയുന്നത്. അതാരാ? പണ്ഡിതന്മാരെ അങ്ങോട്ട് തേടി ചെല്ലുന്നവരാണ്, അല്ലേ?
എന്നാൽ ഉലമാക്കളെ പറഞ്ഞപ്പോൾ അവിടെ നശിച്ച ഉലമാക്കൾ ആരാ? അത് മുതലാളിമാരെ ഇങ്ങോട്ട് തേടി ചെല്ലുന്നവരാണ്. അപ്പോൾ പണ്ഡിതന്മാരെ അടുത്തേക്ക് വരണമല്ലോ, അത് പണ്ഡിതന്മാർ മുതലാളിനെ തേടി അങ്ങോട്ട് പോകണ്ട. മനസ്സിലായോ? അവർക്ക് അൽഹംദുലില്ല കിട്ടില്ല. പണം തേടി നടന്നാൽ, പണത്തിൻ്റെ പിന്നാലെ മാത്രം പോയാൽ കിട്ടൂല എന്നാണ്. മനസ്സിലായോ? അപ്പോൾ അൽഹംദുലില്ല എന്ന് പറയുമ്പോൾ അള്ള തന്നതിലൊക്കെ തൃപ്തിയാണ്. നമ്മൾ പറഞ്ഞു റബ്ബുൽ ആലമീൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഞാൻ ചോദിക്കുന്നതെല്ലാം തരുന്നവൻ അല്ല. അല്ല അങ്ങനെയല്ലല്ലോ അല്ലേ? റബ്ബ്, എൻ്റെ റബ്ബ് എന്നെ തർബിയത്ത് ചെയ്യുന്നവൻ, ഞാൻ ചോദിക്കുന്നതൊക്കെ തരുന്നവനല്ല, എനിക്കെന്താണോ ഗുണം അത് തരുന്നവനാണ്. 6-ാം മാസം വരെ ഒരു കുഞ്ഞിനെ താലോലിച്ച് വയറ്റിലിങ്ങനെ കൊണ്ടു നടക്കുക. 6-ാം മാസം പെട്ടെന്നൊരു ബ്ലീഡിങ് വന്നു. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു അബോഷൻ സംഭവിച്ചിട്ടുണ്ട്. മോളെ ആ സെക്കൻഡിൽ നീ പറയണം അൽഹംദുലില്ലാ. കാരണം എന്താ? നിനക്ക് ഗുണമുള്ളതേ അല്ല തരൂ. അബോഷനിൽ എന്ത് ഗുണമാണ് ഉസ്താദേ? ചിലപ്പോൾ നീ ഏതെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തത് കൊണ്ട് നിനക്ക് നരകം ഉണ്ടായിരിക്കാം. നിൻ്റെ നല്ല ഏതൊരു പ്രവൃത്തി കാരണം ആ കുഞ്ഞിനെ നാളെ അള്ളാഹു സ്വർഗീയ ലോകത്തിൻ്റെ കാവൽക്കാരനായി, സ്വർഗീയ ലോകത്ത് നിന്നെ സ്വീകരിക്കാനുള്ളൊരു കുഞ്ഞായി അല്ല മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് ഹൈറാണ്. അല്ല, അതുമല്ല, ചിലപ്പോൾ ആ കുഞ്ഞ് വളർന്ന് വലുതായാൽ ആ കുട്ടി നിന്നെ പുറങ്കാലുകൊണ്ട് തട്ടുന്ന കുഞ്ഞായിരിക്കാം. നിനക്കതറിയില്ല. അള്ളാഹു നിനക്ക് ഗുണം ചെയ്തതാണ്. ആ കുഞ്ഞിനെ നേരത്തെ അങ്ങെടുത്തു. അങ്ങനെ പടച്ചോൻ എന്ത് ചെയ്തോ അത് നമുക്ക് ഗുണമേ തരൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പം എന്ത് വന്നാലും ഒരു അപകടം വന്നു, വീട്ടിലൊരു മരണം നടന്നു, ആദ്യം അൽഹംദുലില്ലാ, എൻ്റെ റബ്ബുൽ ആലമീനായ തമ്പുരാൻ എനിക്ക് നല്ലതേ തരൂ. മനസ്സിലായെങ്കിൽ? അപ്പോൾ ഈ പണമുള്ളവൻ്റെ പിന്നാലെ ഇങ്ങനെ അത് ആ കാരണം കൊണ്ട് മാത്രം നടക്കേണ്ടതുണ്ടോ? പാവപ്പെട്ടവനെ മൈൻഡ് ചെയ്യാതിരിക്കേണ്ടതുണ്ടോ? ഇപ്പം കാറൂനെ നിങ്ങൾക്കറിയാൻ പാടില്ല. കാറൂൻ, അതായത് ഈ പണക്കാരുടെ പിന്നാലെ നടക്കുന്ന ആളുകളുടെ സ്വഭാവം എന്താ? അവരുടെ പണം കുറയുമ്പോൾ അവർ തിരിച്ചിങ്ങോട്ട് മാറും, പിന്നെ നിങ്ങൾക്ക് എതിരാവുന്നേ. കാറൂൻ ലഅനത്തുല്ലാഹി അലൈഹി. എന്താ കാറൂൻ്റെ പ്രശ്നം? എന്താ? പണം ഉള്ളതായിരുന്നോ? അല്ല, പിന്നെ ഞാനുണ്ടാക്കിയ പണം എന്നൊരു ചിന്ത വന്നു. മനസ്സിലായോ? പണമുണ്ട്, അതാര് തന്നത്? അല്ല തന്നത്. നമ്മുടെ ആണോ അത്? നമ്മുടെ അധ്വാനം കൊണ്ടാണ്? അല്ലല്ല, ഞാനുണ്ടാക്കിയ പണം എന്നൊരു ചിന്ത വന്നാൽ നമ്മുടെ ഈമാൻ തന്നെ നഷ്ടത്തിലായി പോകും. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. നമ്മളിലുണ്ട് കുറേ ആൾക്കാരങ്ങനെ 3 ഹജ്ജും 16 ഉംറയൊക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ കാറൂനിൻ്റെ മനസ്സാണ്. ആ ചരിത്രം ഒന്ന് പഠിക്കണം കേട്ടോ. ഫഖറജ അലാ ഖൗമിഹി ഫീ സീനതിഹി. സൂറത്തുൽ ഖസസിൽ കാണാം, കാറൂൻ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി ഭയങ്കര ആഡംബരത്തിൽ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. അപ്പണ്ട് കുറേ മനുഷ്യന്മാർ, തലക്കകത്തൊന്നുമില്ലാത്ത കുറേ കാക്കന്മാർ. قال الذين يريدون الحياة الدنيا يا ليت لنا مثل ما أوتي قارون. ദുനിയാവിൻ്റെ പിന്നാലെ മാത്രം നടക്കുന്ന വെഡ്ഡികൾ, ആഖിറത്തെക്കുറിച്ച് ചിന്തയില്ലാത്ത കുറേ ദുനിയാവിൻ്റെ പ്രേമികളുണ്ട്. അവർ പറയും, കാറൂന് കിട്ടിയത് എന്താലേ, അവൻ്റെ തലയിൽ വരച്ചത് ഞങ്ങളുടെ വേറെ എവിടെയെങ്കിലുമൊക്കെ വരച്ചാൽ മതിയായിരുന്നു അല്ലേ. ഇന്നഹു ലദൂ ഹള്ളിൻ അളീം. അവൻ എന്തോ ഒരു ഭാഗ്യമാണ്. ആർക്ക്? കാറൂന്. മനസ്സിലായോ? അവനെന്തൊരു ഭാഗ്യമാണ്. കാരണം അവൻ്റെ ഈ പണം അതിൻ്റെ താക്കോല് ചുമക്കാൻ തന്നെ ഒട്ടകക്കൂട്ടങ്ങൾ വേണ്ടി വന്നിരുന്നു എന്നാണ്. എന്നാൽ വഖാലല്ലദീന ഊതുൽ ഇൽമ, അള്ളാൻ്റെ ഇൽമുള്ള യഥാർത്ഥ മുഅ്മിനീങ്ങൾ പറയും, സവാബുല്ലാഹി ഖൈറുൽ ലിമൻ ആമന വഅമില സാലിഹാ. അള്ളാൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന പ്രതിഫലമാണ് മക്കളെ വലുത്. ഇതൊന്നുമല്ല അള്ളാൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നതാണ് വലുത്. കാറൂനെ നോക്കി നിങ്ങൾ അങ്ങനെ പറയേണ്ട കാര്യമല്ല. മനസ്സിലായി? അതിന് ഇത്തിരി ക്ഷമ വേണമെന്നാണ്. ഇപ്പം എന്ത് സംഭവിച്ചു? ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർള്. കാറൂൻ്റെ അഹങ്കാരം നിമിത്തം അള്ളാഹു അവനെയും അവൻ്റെ വീടും മുഴുവൻ സ്വത്തും ഭൂമിയിലേക്ക് അങ്ങ് ആഴ്ത്തിക്കളഞ്ഞു. ഇത് കണ്ടപ്പോൾ നേരത്തെ കാറൂനെ പൊക്കി പറഞ്ഞവരെന്ത് പറഞ്ഞു? യഖൂലൂൻ വൈകഅന്ന അല്ലാഹ യബ്സുത്തുർ റിസ്ഖ ലിമൻ യശാ മിൻ ഇബാദിഹി വയഖ്ദിർ. നമ്മളന്ന് പറഞ്ഞത് കഷ്ടായി പോയല്ലേ. പടച്ചോൻ കൊടുക്കണവർക്ക് കൊടുക്കും, കൊടുക്കാത്തവർക്ക് കൊടുക്കൂല. അള്ള ഉദ്ദേശിക്കണവർക്ക് കൊടുക്കുള്ളൂ എന്നേ നമ്മളന്ന് പറഞ്ഞത് മണ്ടത്തരായി പോയി. അപ്പോൾ നിങ്ങളുടെ കൂടെ നിങ്ങളെ പൊക്കാൻ നടക്കണ കുറേ ആൾക്കാരുണ്ടാവും. നിങ്ങളൊന്ന് താന്നു കഴിയുമ്പോൾ ഇവരൊക്കെ നിങ്ങൾ ഇട്ടുകൊണ്ട് പോവും. ഇത് കാറൂനിൽ നിന്ന് പാടാണെന്നേ. നമ്മൾ അള്ള എന്ത് തന്നാലും അത് അള്ള തന്നതാ. നമ്മൾ അഹങ്കരിക്കണ്ട. അഹങ്കാരമില്ലാത്ത റബ്ബുൽ ആലമീൻ
ആ റബ്ബുൽ ആലമീൻ്റെ അടിമയാണെന്നുള്ള തിരിച്ചറിവുണ്ടെങ്കിൽ നമ്മൾ ആരാ? യൂസുഫ് അലിയെക്കാണ് സമ്പന്നരാ. കാരണം അത്ര സമ്പന്നതയുള്ള മനസ്സ് നമുക്ക് കിട്ടുക. ലോകത്തെ ഏറ്റവും സമ്പന്നരായിട്ട് നമ്മൾ മാറുകയാണ്. ഈ കാറൂനിൻ്റെ മനസ്സ് ഇന്നുള്ളവരുണ്ടെന്നേ. സക്കാത്ത് കൊടുക്കൂല, ഏതെങ്കിലും പാവപ്പെട്ടവൻ വീട്ടിൽ കയറി ഒന്ന് 5 പൈസ കൊടുക്കൂല. ഇച്ചിരി ടൈറ്റാ, ടൈറ്റാണ്, ഫണ്ട് തീർന്നു എന്നൊക്കെ പറയുന്ന കുറേ കാക്കന്മാരുണ്ട്. ഇവൻ്റെ മനസ്സിൽ കാറൂന കിടക്കണേ. അപ്പോൾ ഇവൻ ഭൂമിയിലേക്ക് ആഴ്ന്നു പോകണമെന്നില്ല ചിലപ്പോൾ. പിന്നെ പെട്ടെന്നൊരു ദിവസം ഒരു വേദന, വയറുവേദന. ചെന്ന് നോക്കുമ്പോൾ തന്നെ ഡോക്ടർ പറയാൻ ബയോപ്സിക്ക് അയക്കണം. തീർന്നു, കഥ കഴിഞ്ഞു. പക്ഷെ അൽഹംദുലില്ലാ തിരിച്ചറിഞ്ഞവനാണെങ്കിൽ എന്ത് മനസ്സിലാക്കും? ബയോപ്സിക്ക് അയക്കാൻ പറഞ്ഞാലും അൽഹംദുലില്ലാ. ക്യാൻസർ ആണെങ്കിലും അൽഹംദുലില്ലാ, എനിക്ക് ക്യാൻസറാണ് ഗുണമെന്ന് എന്നെക്കാൾ എന്നെ അറിയുന്ന നാഥന് അതാണ് ഗുണമെന്നറിയാം. അവൻ ക്യാൻസർ ഒന്നും അൽഹംദുലില്ലാ. ഇതൊരു പ്രശ്നമല്ല. എൻ്റെ റബ്ബ് എന്ത് തന്നാലും എനിക്ക് ഗുണമാണ്, അൽഹംദുലില്ലാ. മനസ്സിലായോ? അല്ലാതെ ഒരു മുതലാളിയുടെ പിന്നാലെ നമ്മൾ നടക്കണ്ട. നമുക്ക് അള്ളാനെ കിട്ടണ്ടേ മക്കളെ? അള്ളാനെ കിട്ടണ്ടേ? തഫ്സീറുകളിൽ കാണാം, അള്ളാനെ കിട്ടാൻ 5 കാര്യങ്ങൾ വേണം. തഖ്വല്ലാഹി ഫിസ്സിർരി വൽ അലാനിയ, രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ സൂക്ഷിക്കുക. നാട്ടുകാരുടെ മുമ്പിൽ ഭയങ്കര ഡീസൻ്റാണ്, ഒറ്റക്കായാൽ. ശരിക്കും ചിന്തിച്ചു നോക്കി, അങ്ങനെ ഒറ്റക്കാകുമോ നമ്മൾ എപ്പോഴെങ്കിലും? അല്ലേ? മലക്കുകളിൽ നിന്ന് നമ്മൾ ഒഴിയുന്നുണ്ടോ? ജിന്നുകളിൽ നിന്ന്, മഹാന്മാരുടെ അർവാഹുകളിൽ നിന്ന്, അള്ളാഹുവിൽ നിന്ന് ഒഴിവാകുന്ന ഏതെങ്കിലും ഒരു രഹസ്യം ഉണ്ടോ നമുക്ക്? ഇല്ലല്ലോ. ശരിക്കും നമ്മൾ വിഡ്ഢികളല്ലേ? അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. രണ്ടാമത്തേത് ഇത്തിബാഉൻ നബി ഫി അഖ്വാലിഹി വ അഹ്വാലിഹി, മുത്തുനബി തങ്ങളുടെ വാക്കുകളും അവിടുത്തെ അവസ്ഥകളും പിൻപറ്റുക. വാക്കുകൾ മാത്രം പിൻപറ്റിയാൽ പോരാ, മുത്തുനബിയുടെ സ്വഭാവം, ആ വൈശിഷ്ട്യം, ഇതൊക്കെ പിൻപറ്റിയാലാണ് അള്ളാഹ് നമുക്ക് കിട്ടുള്ളൂ. മൂന്നാമത്തേത് അൽ ഇഅറാദു അനിൽ ഖൽഖി ഫിൽ ഇഖ്ബാലി വൽ ഇദ്ബാർ, ലാഭത്തിലും നഷ്ടത്തിലും സൃഷ്ടികളിൽ നിന്ന് തിരിഞ്ഞ് കളയാ. ലാഭം വരുമ്പോഴും നഷ്ടം വരുമ്പോഴും അൽഹംദുലില്ലാ ആ മനസ്സുണ്ടാകണം. നാലാമത്തേത് റുജൂഉ ഇലല്ലാഹി ഫിസ്സറാഇ വല്ലറാ, സന്തോഷത്തിലും കഷ്ടത്തിലും അള്ളാഹുവിലേക്ക് മടങ്ങുക. മനസ്സിലാവുന്നുണ്ടോ? അള്ളാഹുവിലേക്ക് മടങ്ങണം. അപകടം വന്നു, പ്രശ്നം വന്നു, പ്രയാസം വന്നു, രോഗം വരാൻ അൽഹംദുലില്ലാ, ആരോഗ്യം വരാൻ അൽഹംദുലില്ലാ, ലാഭം വരാൻ അൽഹംദുലില്ലാ, നഷ്ടം അൽഹംദുലില്ലാ, എന്തും. SSLCക്ക് കുട്ടിക്ക് ഫുൾ A+ കിട്ടി, അൽഹംദുലില്ലാ. കുട്ടി തോറ്റുപോയി, അൽഹംദുലില്ലാ. പറയാൻ ഇച്ചിരി പാടാൻ. എൻ്റെ റബ്ബ് എന്ത് തന്നാലും റബ്ബാണവൻ, അതെനിക്ക് ഗുണമാണ്. അഞ്ചാമത്തേത് അർറിദാ അനിൽ ഖലീലി വൽ കസീർ, തൃപ്തി വേണം. തൃപ്തി എന്ന് പറഞ്ഞാൽ ക്ഷമ പോലെയല്ല. ക്ഷമ ഈമാൻ്റെ പാതിയാ. തൃപ്തി ഫുള്ള് വേണം. അള്ളാഹുവിൽ തൃപ്തിപ്പെടണം. തൃപ്തി സ്നേഹം ഉണ്ടെങ്കിൽ ഉണ്ടാവുള്ളൂ. എൻ്റെ റബ്ബ് എന്ത് തന്നാലും തൃപ്തി എന്ന് പറയുമ്പോൾ അത് സന്തോഷത്തോടു കൂടെ സ്വീകരിക്കണം. നമ്മൾ പോകണ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി, നമ്മുടെ കാലൊടിഞ്ഞു, അൽഹംദുലില്ലാ എനിക്ക് തൃപ്തിയാണ്. എൻ്റെ നാഥൻ അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഹൈറുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ചിരിക്കാൻ കഴിയണം. മഹാനായ അള്ളാൻ്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരു ആരിഫ് സ്വന്തം കുഞ്ഞിനെ ഇങ്ങനെ കബറടക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് മുഖം ഇങ്ങനെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് മുഖം തിരിച്ചളഞ്ഞു, പൊട്ടിച്ചിരിച്ചു. അപ്പോൾ ആളുകൾ വിചാരിച്ചു എന്തോ ഒരു മനപ്രയാസമാണല്ലേ, പെട്ടെന്ന് കുഞ്ഞ് മരിച്ചതിൽ അറ്റാക്കിൽ അങ്ങനെ സംഭവിച്ചതായിരിക്കാം. പിന്നീട് ആ മഹാനോട് ചോദിക്കുന്നുണ്ട്, എന്താ അങ്ങനെ ചിരിക്കാൻ കാരണം? ഒന്നുമില്ല, ഞാൻ എൻ്റെ മോനെ ഇങ്ങനെ കബറടക്കുമ്പോഴേ ശൈത്താൻ എൻ്റെ അടുക്കൽ വന്നിങ്ങനെ മന്ത്രിക്കുന്നുണ്ട്, നിങ്ങൾക്കാകെ ഉള്ളൊരു മോനല്ലേ, അവൻ മരിച്ചാൽ പിന്നെ നിങ്ങൾക്കാരാ? നിങ്ങൾ പ്രായമായി കഴിഞ്ഞ് നോക്കാനുള്ള പൊന്നു മോനല്ലേ, അവൻ ഇത്ര പെട്ടെന്ന് ചെറുപ്പത്തിൽ പോയില്ലേ, എന്നെ കരയിപ്പിക്കാൻ നോക്കിയപ്പോൾ ഞാനൊന്ന് ചിരിച്ചു കളഞ്ഞു. ഞാനെന്തിന് സങ്കടപ്പെടണം? എൻ്റെ അടുത്ത് അൽഹംദുലില്ലാ ഇല്ലേ, റബ്ബുൽ ആലമീൻ്റെ അടിമയല്ലേ ഞാൻ. ഈ മനസ്സ് നമുക്ക് വരണം മക്കളെ, മനസ്സിലായോ? പിന്നെ അവൻ ആരാണ്? അവൻ യൂസുഫ് അലിയേക്കാൾ ലോകത്തുള്ള മുഴുവൻ കോടീശ്വരന്മാരെക്കാളും സമ്പന്നനാണ്.